ഈ സെക്ഷനിൽ ഒരു മെട്രിക്സിന്റെ ക്യാരക്ടറിസ്റ്റിക് സ്പേസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. എ എന്ന മെട്രിക്സിന്റെ ലാംഡയുമായി ബന്ധപ്പെട്ട ഒരു ക്യാരക്ടറിസ്റ്റിക് വെക്ടർ ആണ് എക്സ് എങ്കിൽ ഏതൊരു സ്കെയിലാർ മൾട്ടിപ്പിൾ ആൽഫ എക്സും എയുടെ ലാംഡയുമായി ബന്ധപ്പെട്ട ഒരു ഐഗൺ വെക്ടർ ആണ്. കാരണം എ ഇൻറ്റു ആൽഫ എക്സ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു എ എക്സ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ലാംഡ എക്സ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു ആൽഫ എക്സ് ആണ്. മോർ ജനറലി ലാംഡയുമായി ബന്ധപ്പെട്ട ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സിന്റെ ഏത് നോൺ സീറോ ലീനിയർ കോമ്പിനേഷനും ലാംഡയുമായി ബന്ധപ്പെട്ട ഒരു ക്യാരക്ടറിസ്റ്റിക് വെക്ടർ ആണ്. എ എന്ന മെട്രിക്സിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് റൂട്ടുമായി ബന്ധപ്പെട്ട ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സിന്റെ കളക്ഷനും കൂടെ സീറോ വെക്ടറും ചേർത്താൽ അത് ഒരു ലീനിയർ സബ് സ്പേസ് ആകും. അതിന്റെ പേരാണ് ക്യാരക്ടറിസ്റ്റിക് സ്പേസ്. ഈ സെഷനിൽ ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സ് കണ്ടുപിടിക്കുന്നതിനുള്ള മെത്തേഡും ക്യാരക്ടറിസ്റ്റിക് സ്പേസിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യും. കൂടാതെ ഓൾജിബ്രൈക് ആൻഡ് ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റിയുടെ ഡെഫിനിഷനും ഉൾപ്പെടുത്തും. ക്യാരക്ടറിസ്റ്റിക് സ്പേസ് അല്ലെങ്കിൽ ഐഗൺ സ്പേസ് ഓഫ് എ മെട്രിക്സ്. തിയറം 1. എ എന്ന മെട്രിക്സിന്റെ ഒരു നോൺ സീറോ ക്യാരക്ടറിസ്റ്റിക് വെക്ടർ എക്സിനും കറസ്പോണ്ടിങ് ആയി എക്സാക്ട്ലി ഒരു ക്യാരക്ടറിസ്റ്റിക് റൂട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു ക്യാരക്ടറിസ്റ്റിക് റൂട്ടിന് കറസ്പോണ്ടിങ് ആയി ഒന്നിൽ കൂടുതൽ ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സ് ഉണ്ട്. പ്രൂഫ്: ലാംഡ എന്ന കോംപ്ലക്സ് നമ്പർ എ എന്ന മെട്രിക്സിന്റെ ക്യാരക്ടറിസ്റ്റിക് റൂട്ട് ആകണമെങ്കിൽ എ എക്സ് ഈക്വൽ ലാംഡ എക്സ് ആകുന്ന ഒരു നോൺ സീറോ കോളം വെക്ടർ എക്സ് ഉണ്ടാകണം. ഈ നോൺ സീറോ വെക്ടർ എക്സിന്റെ പേരാണ് ക്യാരക്ടറിസ്റ്റിക് വെക്ടർ ഓഫ് എ മെട്രിക്സ് എ അസോസിയേറ്റഡ് വിത്ത് ദ ക്യാരക്ടറിസ്റ്റിക് റൂട്ട് ലാംഡ. നമുക്ക് എ എന്ന സ്ക്വയർ മെട്രിക്സിന്റെ തന്നിട്ടുള്ള ഒരു നോൺ സീറോ ക്യാരക്ടറിസ്റ്റിക് വെക്ടർ എക്സിന് കറസ്പോണ്ടിങ് ആയി ലാംഡ 1 ആൻഡ് ലാംഡ 2 എന്ന രണ്ട് ഡിസ്റ്റിങ്ക്ട് ക്യാരക്ടറിസ്റ്റിക് റൂട്ട് ഉണ്ടെന്ന് എടുക്കാം. എങ്കിൽ എ എക്സ് ഈക്വൽ ലാംഡ 1 എക്സ് ഇക്വേഷൻ 1 ആൻഡ് എ എക്സ് ഈക്വൽ ലാംഡ 2 എക്സ് ഇക്വേഷൻ 2 എന്ന് രണ്ട് ഇക്വേഷൻസ് കിട്ടും. ഇക്വേഷൻ 2ൽ നിന്ന് ഇക്വേഷൻ 1 കുറച്ചാൽ ലാംഡ 2 മൈനസ് ലാംഡ 1 ഇൻറ്റു എക്സ് ഈക്വൽ ടു 0 ദ സീറോ മെട്രിക്സ് ഇക്വേഷൻ 3 എന്ന് കിട്ടും. ലാംഡ 1ഉം ലാംഡ 2ഉം ഡിസ്റ്റിങ്ക്ട് ആയതുകൊണ്ട് ലാംഡ 1 മൈനസ് ലാംഡ 2 നോട്ട് ഈക്വൽ ടു 0. അതുകൊണ്ട് ഇക്വേഷൻ 3ൽ നിന്നും എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടിയത് ഒരു വിരോധാഭാസം ആണ്. കാരണം എക്സ് ഒരു നോൺ സീറോ വെക്ടർ ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്തത്. അതുകൊണ്ട് ഓരോ നോൺ സീറോ ക്യാരക്ടറിസ്റ്റിക് വെക്ടർ എക്സിനും കറസ്പോണ്ടിങ് ആയിട്ട് എക്സാക്ട്ലി ഒരു ക്യാരക്ടറിസ്റ്റിക് റൂട്ട് മാത്രമേ ഉള്ളൂ. വീണ്ടും എയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് റൂട്ടാണ് ലാംഡ എന്നും കെ ഒരു നോൺ സീറോ സ്കെയിലാർ ആണെങ്കിൽ കെ ഇൻറ്റു എ എക്സ് ഈക്വൽ ടു കെ ഇൻറ്റു ലാംഡ എക്സ്, ദാറ്റ് ഈസ് എ ഇൻറ്റു കെ എക്സ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു കെ എക്സ്. അതുകൊണ്ട് കെ എക്സും എയുടെ ലാംഡയുമായി ബന്ധപ്പെട്ട ക്യാരക്ടറിസ്റ്റിക് വെക്ടർ ആണ്. കെ എക്സും എയുടെ ലാംഡയുമായി ബന്ധപ്പെട്ട ക്യാരക്ടറിസ്റ്റിക് വെക്ടർ ആണ്. അതിനാൽ ഒരു ക്യാരക്ടറിസ്റ്റിക് റൂട്ടിന് കറസ്പോണ്ടിങ് ആയി ഒന്നിൽ കൂടുതൽ ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സ് ഉണ്ടാകും. റിമാർക്ക്: എയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് റൂട്ട് ആണ് ലാംഡ എങ്കിൽ എ എക്സ് ഈക്വൽ ലാംഡ എക്സ് ആകുന്ന ഏതൊരു കോളം വെക്ടേഴ്സും എയുടെ ലാംഡയുമായി ബന്ധപ്പെട്ട ക്യാരക്ടറിസ്റ്റിക് വെക്ടർ ആണ്. അതുകൊണ്ട് സീറോ കോളം വെക്ടറും എയുടെ ലാംഡയുമായി ബന്ധപ്പെട്ട ഒരു ക്യാരക്ടറിസ്റ്റിക് വെക്ടർ ആണ്. അതുകൊണ്ട് തിയറം 1ന്റെ പ്രൂഫിൽ കെ ഈക്വൽ ടു 0 എടുക്കാം. അപ്പോൾ കെ എക്സ് ഈക്വൽ ടു 0 ദ സീറോ കോളം മെട്രിക്സ് ഒരു ക്യാരക്ടറിസ്റ്റിക് വെക്ടർ ആണെന്ന് കാണാം. തിയറം 2. എ എന്ന മെട്രിക്സിന്റെ ലാംഡയുമായി ബന്ധപ്പെട്ട രണ്ട് ഐഗൺ വെക്ടേഴ്സ് ആണ് x1 ആൻഡ് x2 എങ്കിൽ ആൽഫ ഇൻറ്റു x1 പ്ലസ് ബീറ്റ ഇൻറ്റു x2 വേർ ആൽഫ ആൻഡ് ബീറ്റ ആർ സ്കെയിലാർസും എയുടെ സെയിം ഐഗൺ വാല്യൂവിനുമായി ബന്ധപ്പെട്ട ഐഗൺ വെക്ടർ ആണ്. പ്രൂഫ്: എയുടെ ലാംഡയുമായി ബന്ധപ്പെട്ട രണ്ട് ഐഗൺ വെക്ടേഴ്സ് ആണ് x1ഉം x2 എന്നെടുക്കുക. എങ്കിൽ x1 നോട്ട് ഈക്വൽ 0 ആൻഡ് x2 നോട്ട് ഈക്വൽ 0യും ax1 ഈക്വൽ ടു ലാംഡ x1ഉം ax2 ഈക്വൽ ടു ലാംഡ x2ഉം ആയിരിക്കും. ദെൻ a ഇൻറ്റു ആൽഫ x1 ഈസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ax1 ഈക്വൽ ടു ആൽഫ ഇൻറ്റു ലാംഡ x1 ഈക്വൽ ടു ലാംഡ ഇൻറ്റു ആൽഫ x1 ഇക്വേഷൻ 3 ആൻഡ് a ഇൻറ്റു ബീറ്റ x2 ഈക്വൽ ടു ബീറ്റ ഇൻറ്റു a ഓഫ് x2 ഈക്വൽ ടു ബീറ്റ ഇൻറ്റു ലാംഡ x2 ഈക്വൽ ടു ലാംഡ ഇൻറ്റു ബീറ്റ x2 ഇക്വേഷൻ 4. ഇക്വേഷൻ 4ഉം ഇക്വേഷൻ 3യും ആഡ് ചെയ്താൽ a ഓഫ് ആൽഫ x1 പ്ലസ് a ഓഫ് ബീറ്റ x2 ഈക്വൽ ടു ലാംഡ ഇൻറ്റു ആൽഫ x1 പ്ലസ് ലാംഡ ഇൻറ്റു ബീറ്റ x2 വിച്ച് ഇംപ്ലൈസ് a ഓഫ് ആൽഫ x1 പ്ലസ് ബീറ്റ x2 ഈക്വൽ ടു ലാംഡ ഇൻറ്റു ആൽഫ x1 പ്ലസ് ബീറ്റ x2 വിച്ച് ഇംപ്ലൈസ് ആൽഫ x1 പ്ലസ് ബീറ്റ x2ഉം ലാംഡയുമായി ബന്ധപ്പെട്ട ഒരു ഐഗൺ വെക്ടർ ആണ്. ഇൻറ്റു എക്സ് ഈക്വൽ 0 ഇക്വേഷൻ 5 കൺസിഡർ ചെയ്യുക. ഇക്വേഷൻ 5ന്റെ ഓരോ നോൺ സീറോ സൊല്യൂഷനും
എയുടെ ലാംഡയുമായി ബന്ധപ്പെട്ട ക്യാരക്ടറിസ്റ്റിക് വെക്ടറാണ്. എ മൈനസ് ലാംഡായി എന്ന മെട്രിക്സിന്റെ റാങ്ക് ആർ ആണെങ്കിൽ ഇക്വേഷൻ 5-ന് n-r ലീനിയർലി ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. കൂടാതെ ഈ സൊല്യൂഷന്റെ എല്ലാ നോൺ സീറോ ലീനിയർ കോമ്പിനേഷൻസും ഇക്വേഷൻ 5-ന്റെ സൊല്യൂഷൻ ആണ്. അതുകൊണ്ട് ഇവയെല്ലാം ലാംഡയുമായി ബന്ധപ്പെട്ട ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സും ആണ്. ഈ ലീനിയർ കോമ്പിനേഷൻസിന്റെ സെറ്റും സീറോ വെക്ടറും ചേർന്ന് n/1 കോളം മെട്രിക്സിന്റെ വെക്ടർ സ്പേസിന്റെ സബ്സ്പേസ് ആകും. ഈ സബ്സ്പേസിന്റെ പേരാണ് ക്യാരക്ടറിസ്റ്റിക് സ്പേസ് അല്ലെങ്കിൽ ഐഗൺ സ്പേസ് ഓഫ് ദ മെട്രിക്സ് എ കറസ്പോണ്ടിങ് ടു ദ ക്യാരക്ടറിസ്റ്റിക് റൂട്ട് ലാംഡ. തിയറം 3. ലാംഡ എന്ന ക്യാരക്ടറിസ്റ്റിക് റൂട്ടിന് കറസ്പോണ്ടിങ് ആയ എ എന്ന മെട്രിക്സിന്റെ ക്യാരക്ടറിസ്റ്റിക് സ്പേസ് എ മൈനസ് ലാംഡ ഐ എന്ന മെട്രിക്സിന്റെ നൾ സ്പേസ് ആണ്. ഐഗൺ വെക്ടർ കണ്ടുപിടിക്കാനുള്ള വഴി. ഒരു സ്ക്വയർ മെട്രിക്സ് എയുടെ ഐഗൺ വെക്ടേഴ്സ് കണ്ടുപിടിക്കാൻ തിയറം 3 പ്രകാരം താഴെ കാണും വിധം പ്രൊസീഡ് ചെയ്യാം. സ്റ്റെപ്പ് 1. ഐഗൺ വാല്യൂ കണ്ടെത്തുക. ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0 എന്ന ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്ത് എ എന്ന സ്ക്വയർ മെട്രിക്സിന്റെ ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കുക. സ്റ്റെപ്പ് 2. ഐഗൺ വെക്ടേഴ്സ് കണ്ടെത്തുക. ലാംഡ 1 ഒരു ഐഗൺ വാല്യൂ ആണെങ്കിൽ ലാംഡ 1-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ കണ്ടുപിടിക്കാൻ എ മൈനസ് ലാംഡ 1 ഐ ഇൻറ്റു എക്സ് ഈക്വൽ ടു 0 എന്ന മെട്രിക്സ് ഇക്വേഷൻ സോൾവ് ചെയ്യുക. എക്സാമ്പിൾ 1. എ ഈക്വൽ ടു 10, 3, 4, 6 എന്ന മെട്രിക്സിന്റെ ഐഗൺ വെക്ടേഴ്സ് കണ്ടുപിടിക്കുക. സൊല്യൂഷൻ. സ്റ്റെപ്പ് 1. ഐഗൺ വാല്യൂസ് കണ്ടെത്തൽ. The characteristic equation of A is determinant of A minus lambda I equal to 0. That is determinant of 10 minus lambda 3, 4, 6 minus lambda equal to 0. Simplify ചെയ്താൽ ലാംഡ സ്ക്വയർ മൈനസ് 16 ലാംഡ പ്ലസ് 48 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇതിൽ നിന്നും ലാംഡ ഈക്വൽ ടു 4, ലാംഡ ഈക്വൽ ടു 12 ആണ് ഐഗൺ വാല്യൂസ് എന്ന് കിട്ടും. സ്റ്റെപ്പ് 2. ഐഗൺ വെക്ടേഴ്സ് കണ്ടെത്തൽ. സ്റ്റെപ്പ് 2.1. ലാംഡ ഈക്വൽ ടു 4-ന് കറസ്പോണ്ടിങ് ആയ ഐഗൺ വെക്ടേഴ്സ് കണ്ടെത്തൽ. എ മൈനസ് ലാംഡ ഐ ഇൻറ്റു എക്സ് ഈക്വൽ ടു 0 എന്ന മെട്രിക്സ് ഇക്വേഷൻ സോൾവ് ചെയ്താൽ ലാംഡ ഈക്വൽ ടു 4-ന് കറസ്പോണ്ടിങ് ആയ ഐഗൺ വെക്ടേഴ്സ് കിട്ടും. ദാറ്റ് ഈസ് 10 മൈനസ് 4, 3, 4, 6 മൈനസ് 4 ഇൻറ്റു കോളം മെട്രിക്സ് x1, x2 ഈക്വൽ ടു കോളം മെട്രിക്സ് 0, 0. ദാറ്റ് ഈസ് 6, 3, 4, 2 ഇൻറ്റു കോളം മെട്രിക്സ് x1, x2 ഈക്വൽ ടു കോളം മെട്രിക്സ് 0, 0. ഇക്വേഷൻ 6. കോഎഫിഷ്യന്റ് മെട്രിക്സ് 6-ൽ റോ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്താൽ 6, 3, 4, 2 equivalent to 1, 1/2, 4, 2 equivalent to മെട്രിക്സ് 1, 1/2, 0, 0 എന്ന് കിട്ടും. ദാറ്റ് ഈസ് മെട്രിക്സ് ഇക്വേഷനെ മെട്രിക്സ് 1, 1/2, 0, 0 ഇൻറ്റു കോളം മെട്രിക്സ് x1, x2 ഈക്വൽ ടു കോളം മെട്രിക്സ് 0, 0 എന്ന് മാറ്റി എഴുതാം. ഇതിൽ നിന്നും കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെ റാങ്ക് 1 ആണെന്നും അൺനോൺസ് 2 ആണെന്നും കാണാം. അതുകൊണ്ട് n-r ഈക്വൽ ടു 2 - 1 ഈക്വൽ ടു 1 അൺനോണിന് ആർബിട്രറി വാല്യൂസ് കൊടുക്കാം. ഇവിടെ x1 ഈക്വൽ ടു k എന്ന് എടുത്താൽ ലാംഡ ഈക്വൽ ടു 4-ന് കറസ്പോണ്ടിങ് ആയി ഐഗൺ വെക്ടേഴ്സ് കോളം മെട്രിക്സ് x1, x2 ഈക്വൽ ടു കോളം മെട്രിക്സ് k - 2k എന്ന് കിട്ടും. കൂടാതെ k ഈക്വൽ ടു -1 കൊടുത്താൽ കോളം മെട്രിക്സ് x1, x2 ഈക്വൽ ടു കോളം മെട്രിക്സ് -1, 2 എന്ന് പർട്ടിക്കുലർ ഐഗൺ വെക്ടർ കിട്ടും. സ്റ്റെപ്പ് 2. ലാംഡ ഈക്വൽ ടു 12-ന് കറസ്പോണ്ടിങ് ആയ ഐഗൺ വെക്ടർ കണ്ടെത്തൽ. a മൈനസ് 12y ഇൻറ്റു എക്സ് ഈക്വൽ ടു 0 സോൾവ് ചെയ്താൽ ലാംഡ ഇസ് ഈക്വൽ ടു 12-ന് കറസ്പോണ്ടിങ് ആയ ഐഗൺ വെക്ടേഴ്സ് കിട്ടും. ദാറ്റ് ഈസ് 10 - 12, 3, 4, 6 - 12 ഇൻറ്റു കോളം മെട്രിക്സ് x1, x2 ഈക്വൽ ടു കോളം മെട്രിക്സ് 0, 0. ദാറ്റ് ഈസ് 2, 3, 4 - 6 ഇൻറ്റു കോളം മെട്രിക്സ് x1, x2 ഈക്വൽ ടു കോളം മെട്രിക്സ് 0, 0. ഈ മെട്രിക്സ് ഇക്വേഷനെ റോ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്ത് കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെ റാങ്ക് 1 ആണെന്നും n-r ഈക്വൽ ടു 2 - 1 ഈക്വൽ ടു 1 അൺനോണിന് ആർബിട്രറി വാല്യൂസ് കൊടുക്കാം എന്നും കാണാം. ഇവിടെ x2 ഈക്വൽ ടു k കൊടുത്താൽ കോളം മെട്രിക്സ് x1, x2 ഈക്വൽ ടു കോളം മെട്രിക്സ് 3/2 ഇൻറ്റു k എന്ന ഐഗൺ വെക്ടർ ലാംഡ ഈക്വൽ ടു 12-ന് കറസ്പോണ്ടിങ് ആയി കിട്ടും. k ഈസ് ഈക്വൽ ടു -2 കൊടുത്താൽ ഒരു പർട്ടിക്കുലർ ഐഗൺ വെക്ടർ കിട്ടും. എക്സാമ്പിൾ 2. a ഈസ് ഈക്വൽ ടു മെട്രിക്സ് 2, 2, 1, 1, 3, 1, 1, 2, 2 എന്ന മെട്രിക്സിന്റെ ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സും അസോസിയേറ്റഡ് ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സും കണ്ടുപിടിക്കുക. Solution. The characteristic equation is determinant of 2 minus lambda 2, 1, 1, 3 minus lambda 1, 1, 2, 2 minus lambda equal to 0 or lambda cube minus 7 lambda square plus 11 lambda minus 5 equal to 0. And the characteristic roots are lambda 1 is equal to 5, lambda 2 equal to 1, lambda 3 equal to 1. When lambda is equal to lambda 1 equal to 5, a minus lambda I into x equal to 0 എന്നത് മെട്രിക്സ് 3 - 2 - 1, -1, 2 - 1,
-1 -2 3 into column matrix x1 x2 x3 equal to 0 equation 7 എന്നാകും. പക്ഷേ മെട്രിക്സ് 3 -2 -1 -1 2 -1 -1 -2 3 എന്ന മെട്രിക്സ് 0 1 -1 1 0 -1 0 0 0 എന്ന മെട്രിക്സിനോട് റോ ഇക്വലന്റ് ആയതുകൊണ്ട് ഇക്വേഷൻ 7 എന്ന മെട്രിക്സ് ഇക്വേഷൻ മെട്രിക്സ് 0 1 -1 1 0 -1 0 0 0 ഇൻറ്റു കോളം മെട്രിക്സ് x1 x2 x3 ഈക്വൽ ടു 0 എന്ന മെട്രിക്സ് ഇക്വേഷനോട് ഇക്വലന്റ് ആയിരിക്കും. അതുകൊണ്ട് x1 ഈക്വൽ ടു x2 ഈക്വൽ ടു x3 ഈക്വൽ ടു 1 ഒരു സൊല്യൂഷനാണ്. ഇതിൽ നിന്നും ലാംഡ ഈക്വൽ ടു 5 കറസ്പോണ്ടിങ് ആയ ക്യാരക്ടറിസ്റ്റിക് സ്പേസ് വെക്ടർ 1 1 1 ട്രാൻസ്പോസ് എന്ന വെക്ടർ സ്പാൻ ചെയ്യുന്ന ഒരു 1 ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണെന്ന് കാണാം. ഇവിടെ വെക്ടർ കെ 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 ട്രാൻസ്പോസ് ഫോമിലുള്ള ഈ സ്പേസിലെ എല്ലാ വെക്ടേഴ്സും എയുടെ ലാംഡയുമായി ബന്ധപ്പെട്ട ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സ് ആണ്. When lambda is equal to lambda 2 equal to 1, a minus lambda I into x equal to 0 becomes matrix -1 -2 -1 -1 -2 -1 -1 -2 -1 into column matrix x1 x2 x3 equal to 0 or x1 plus 2x2 plus x3 equal to 0. ഈ മെട്രിക്സ് ഇക്വേഷന്റെ രണ്ട് ലീനിയർലി ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻസ് ആണ് വെക്ടർ 2 -1 0യും വെക്ടർ 1 0 -1ഉം. അതുകൊണ്ട് ലാംഡ ഈക്വൽ ടു 1 കറസ്പോണ്ടിങ് ആയ ക്യാരക്ടറിസ്റ്റിക് സ്പേസ് x1 ഈക്വൽ ടു വെക്ടർ 2 -1 0 ട്രാൻസ്പോസ് ആൻഡ് x2 ഈക്വൽ ടു വെക്ടർ 1 0 -1 ട്രാൻസ്പോസ് എന്നീ വെക്ടേഴ്സ് കൊണ്ട് സ്പാൻ ചെയ്യുന്ന 2 ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണ്. കൂടാതെ h into x1 plus k into x2 is equal to വെക്ടർ 2h plus k, -h, -k ഓൾ ട്രാൻസ്പോസ് ഫോമിലുള്ള എല്ലാ വെക്ടേഴ്സും ലാംഡ ഈക്വൽ ടു 1മായി ബന്ധപ്പെട്ട എയുടെ ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സ് ആണ്. എക്സാമ്പിൾ 3, ഒരു ഓർത്തോഗണൽ മെട്രിക്സ് പിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ റെസിപ്രോക്കൽ ഇക്വേഷൻ ആണെന്ന് തെളിയിക്കുക. സൊല്യൂഷൻ: ഒരു ഇക്വേഷൻസിന്റെ വേരിയബിൾ എക്സിനെ അതിന്റെ റെസിപ്രോക്കൽ ആക്കി മാറ്റിയാലും ഇക്വേഷൻ ചേഞ്ച് ആയില്ലെങ്കിൽ അങ്ങനെയുള്ള ഇക്വേഷൻ ആണ് റെസിപ്രോക്കൽ ഇക്വേഷൻ. ദാറ്റ് ഈസ് ആൽഫ എന്ന ഒരു റെസിപ്രോക്കൽ ഇക്വേഷന്റെ റൂട്ട് ആണെങ്കിൽ 1/ആൽഫയും റൂട്ട് ആണ്. പി ഒരു സ്ക്വയർ ഓർത്തോഗണൽ മെട്രിക്സ് ആണെന്ന് എടുക്കുക എങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് p minus lambda I equal to 0 ആണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. Let phi of lambda is equal to determinant of p minus lambda I. Then phi of lambda is equal to determinant of p minus lambda into p into I into p transpose. Since p into p transpose equal to I equal to determinant of minus lambda into p transpose minus 1/lambda into I equal to plus or minus lambda raised to n into determinant of p transpose minus 1/lambda into I. Since p is orthogonal and determinant of p equal to plus or minus 1 equal to plus or minus lambda raised to n into determinant of p minus 1/lambda into I all transpose equal to plus or minus lambda raised to n into determinant of p minus 1/lambda into I. Since determinant of b is equal to determinant of b transpose for any matrix b equal to plus or minus lambda raised to n into phi of 1/lambda. അതുകൊണ്ട് phi of lambda is equal to determinant of p minus lambda I equal to 0 if and only if phi of 1/lambda is equal to determinant of p minus 1/lambda into I equal to 0 എന്ന് കിട്ടും. അതുകൊണ്ട് ഒരു ഓർത്തോഗണൽ മെട്രിക്സിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ റെസിപ്രോക്കൽ ഇക്വേഷൻ ആണെന്ന് കാണാം. തിയറം 4, ഒരു n സ്ക്വയർ മെട്രിക്സിന്റെ ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സിന്റെ പ്രൊഡക്റ്റ് അതിന്റെ ഡിറ്റർമിനന്റ് ആണ് വിത്ത് ചേഞ്ച് ഇൻ സൈൻ അലൗഡ്. പ്രൂഫ്: A is equal to മെട്രിക്സ് Aij ഒരു സ്ക്വയർ മെട്രിക്സ് ആണെന്ന് എടുക്കുക. എയുടെ n ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് ആണ് lambda 1 lambda 2 എക്സെട്ര lambda n. ഇവയെല്ലാം ഡിസ്റ്റിങ്ക്ട് ആയിരിക്കണമെന്നില്ല. എങ്കിൽ lambda minus lambda 1 into lambda minus lambda 2 into എക്സെട്ര into lambda minus lambda n equal to 0 ആണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് കാണാൻ കഴിയും. കൂടാതെ ഡിറ്റർമിനന്റ് രീതിയിൽ പറഞ്ഞാൽ ഡിറ്റർമിനന്റ് ഓഫ് a minus lambda I equal to 0 ആണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. മുകളിൽ കണ്ട ഈ രണ്ട് ഇക്വേഷനിൽ നിന്നും ഡിറ്റർമിനന്റ് ഓഫ് a minus lambda I equal to plus or minus lambda minus lambda 1 into lambda minus lambda 2 into എക്സെട്ര into lambda minus lambda n എന്ന് എഴുതാം. ഇവിടെ lambda equal to 0 കൊടുത്താൽ determinant of A is equal to plus or minus lambda 1 into lambda 2 into etc. into lambda n. This completes the proof. Example 4. താഴെ തന്നിട്ടുള്ള മെട്രിക്സിന്റെ ലേറ്റന്റ് റൂട്ട്സും ലേറ്റന്റ് വെക്ടേഴ്സും കണ്ടുപിടിക്കുക. A is equal to മെട്രിക്സ് A H G 0 B 0 0 0 C. സൊല്യൂഷൻ: A അപ്പർ ട്രയാങ്കിൾ മെട്രിക്സ് ആയതുകൊണ്ട് ലേറ്റന്റ് റൂട്ട്സ് ഡയഗണൽ എലമെന്റ്സ് തന്നെയാണ്. അതായത് ലാംഡ ഈസ് ഈക്വൽ ടു എ ബി സി. ലാംഡ ഈസ് ഈക്വൽ ടു എക്ക് കറസ്പോണ്ടിങ് ആയ ലേറ്റന്റ് വെക്ടർ കണ്ടുപിടിക്കാൻ മെട്രിക്സ് എ മൈനസ് എ എച്ച് ജി 0 ബി മൈനസ് എ 0 0 0 സി മൈനസ് എ ഇൻറ്റു മെട്രിക്സ് x1 x2 x3 ഈക്വൽ 0 സോൾവ് ചെയ്യാം. ദാറ്റ് ഈസ്
matrix 0hg 0 b minus a 0 0 0 c minus a into x1 x2 x3 equal to 0 0 0. ഇവിടെ കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെ റാങ്ക് 2 ആണ്. അതുകൊണ്ട് n minus r equal to 3 minus 2 equal to 1 വേരിയബിളിന് ആർബിട്രറി കോൺസ്റ്റന്റ്സ് കൊടുക്കാം. സേ x1 equal to k1 എങ്കിൽ x1 equal to k1, x2 equal to 0, x3 equal to 0. അതുകൊണ്ട് ലാംഡ equal to a ക്ക് കറസ്പോണ്ടിങ് ആയ ലേറ്റന്റ് വെക്ടർ x equal to column matrix x1 x2 x3 equal to column matrix k1 0 0 where k1 is arbitrary എന്ന് കിട്ടും. ലാംഡ equal b ക്ക് കറസ്പോണ്ടിങ് ആയ ലേറ്റന്റ് വെക്ടർ കണ്ടുപിടിക്കാൻ മെട്രിക്സ് a minus b hg 0 b minus b 0 0 0 c minus b into x1 x2 x3 equal to 0 0 0 സോൾവ് ചെയ്യാം. That is matrix a minus b hg 0 0 0 0 0 c minus b into matrix x1 x2 x3 equal to 0 0 0. ഇവിടെ കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെ റാങ്ക് 2 ആയതുകൊണ്ട് n minus r equal to 3 minus 2 equal to 1 വേരിയബിളിന് ആർബിട്രറി വാല്യൂസ് കൊടുക്കാം. സേ x1 equal to 2, then x1 is equal to k2, x2 equal to minus a minus b by h k2, x3 equal to 0 where k2 arbitrary എന്ന് കിട്ടും. അതുകൊണ്ട് ലാംഡ equal to b ക്ക് കറസ്പോണ്ടിങ് ആയ ലേറ്റന്റ് വെക്ടർ x equal to matrix x1 x2 x3 equal to column matrix k2 b minus a by h k2 0 k2 ആർബിട്രറി എന്ന് കിട്ടും. ലാംഡ equal to c ക്ക് കറസ്പോണ്ടിങ് ആയ ലേറ്റന്റ് വെക്ടർ കണ്ടുപിടിക്കാൻ മെട്രിക്സ് a minus c hg 0 b minus c 0 0 0 c minus c into x1 x2 x3 equal to 0 0 0 സോൾവ് ചെയ്യാം. ഇവിടെ കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെ റാങ്ക് 2 ആയതുകൊണ്ട് n minus r equal to 3 minus 2 equal to 1 വേരിയബിളിന് ആർബിട്രറി വാല്യൂസ് കൊടുക്കാം. സേ x1 is equal to k3 എങ്കിൽ x equal to matrix x1 x2 x3 equal to matrix k3 0 c minus a by g k3 എന്ന് കിട്ടും. എക്സാമ്പിൾ 5. എ എന്ന മെട്രിക്സിന്റെ ലാംഡയുമായി ബന്ധപ്പെട്ട ക്യാരക്ടറിസ്റ്റിക് വെക്ടർ ആണ് x. കൂടാതെ f of x ഒരു സ്കെയിലർ പോളിനോമിയൽ ആണ്. എങ്കിൽ f of a എന്ന മെട്രിക്സിന്റെ f of ലാംഡയുമായി ബന്ധപ്പെട്ട ഒരു ക്യാരക്ടറിസ്റ്റിക് വെക്ടർ ആണ് x എന്ന് കാണിക്കുക. കൂടാതെ g of x equal to f1 of x divided by f2 of x where determinant of f2 of a not equal to 0 എന്നൊരു പോളിനോമിയൽ ഡിഫൈൻ ചെയ്താൽ g of a is equal to f1 of a into f2 of a ഇൻവേഴ്സ് എന്ന മെട്രിക്സിന്റെ g of ലാംഡയ്ക്ക് കറസ്പോണ്ടിങ് ആയ ക്യാരക്ടറിസ്റ്റിക് വെക്ടർ ആണ് x എന്നും കാണിക്കുക. സൊല്യൂഷൻ: if ax equal to lambda then a square x equal to a into ax equal to a into lambda x equal to lambda into ax equal to lambda into x equal to lambda square x. ഈ പ്രോസസ് k ടൈംസ് റിപ്പീറ്റ് ചെയ്താൽ a raised to k into x equal to lambda raised to k into x equation 8 എന്ന് കിട്ടും. if f of x equal to a0 plus a1x plus a2x square plus etc plus am x raised to m then f of a is the matrix f of a equal to a0 into I plus a1a plus a2a square plus etc plus am a raised to m. എങ്കിൽ f of a into x equal to a0 I plus a1a plus etc plus am a raised to m into x equal to a0 x plus a1 lambda x plus etc plus am lambda raised to m x using equation 8 which is equal to a0 plus a1 lambda plus etc plus am lambda raised to m into x equal to f of lambda into x. അതുകൊണ്ട് f of lambda എന്ന മെട്രിക്സിന്റെ f of lambdയുമായി ബന്ധപ്പെട്ട ഒരു ക്യാരക്ടറിസ്റ്റിക് വെക്ടർ ആണ് x എന്ന് കാണാം. അതുകൊണ്ട് f of a എന്ന മെട്രിക്സിന്റെ f of ലാംഡയുമായി ബന്ധപ്പെട്ട ഒരു ക്യാരക്ടറിസ്റ്റിക് വെക്ടർ ആണ് x എന്ന് കാണാം. ഡിറ്റർമിനന്റ് ഓഫ് f2 of a നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് മെട്രിക്സ് f2 of a ഒരു നോൺ സിംഗുലർ മെട്രിക്സ് ആണെന്നും അതുകൊണ്ട് f2 of a യുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് റൂട്ടും 0 ആകില്ല എന്നും കാണാം. അതുകൊണ്ട് f2 of a യുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് റൂട്ടാണ് f2 of lambda എങ്കിൽ f2 of lambda നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. കൂടാതെ ഡിറ്റർമിനന്റ് ഓഫ് f2 of a നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് f2 of a ഇൻവേഴ്സ് ഉണ്ടാകും. Now f1 of a into x equal to f1 of lambda into x and f2 of a into x equal to f2 of lambda into x equation 9. Equation 9 ൽ നിന്ന് 1 by f2 of lambda into x equal to f2 of a all inverse x എന്ന് കിട്ടും. Hence g of a into x equal to f1 of a into f2 of a inverse x equal to f1 of a into f2 of a inverse x which is equal to f1 of a into f2 of lambda inverse x equal to f2 of lambda inverse into f1 of a into x which is equal to
F2 of lambda inverse into F1 of lambda x equal to g of lambda x. ഇതിൽ നിന്നും g of a എന്ന മെട്രിക്സിന്റെ g of lambdaയുമായി ബന്ധപ്പെട്ട ഒരു ക്യാരക്ടറിസ്റ്റിക് വെക്ടറാണ് x എന്ന് കിട്ടും. എക്സാമ്പിൾ 6. a എന്ന നോൺ സിംഗുലർ മെട്രിക്സിന്റെ ക്യാരക്ടറിസ്റ്റിക് റൂട്ടാണ് ലാംഡ എങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് a ബൈ ലാംഡ എന്നത് അഡ്ജോയിന്റ് ഓഫ് a എന്ന മെട്രിക്സിന്റെ ക്യാരക്ടറിസ്റ്റിക് റൂട്ടാണ്. സൊല്യൂഷൻ: ലാംഡ ഒരു നോൺ സിംഗുലർ മെട്രിക്സിന്റെ ക്യാരക്ടറിസ്റ്റിക് റൂട്ട് ആയതുകൊണ്ട് ലാംഡ നോട്ട് ഈക്വൽ 0 ആയിരിക്കും. കൂടാതെ ലാംഡ ക്യാരക്ടറിസ്റ്റിക് റൂട്ട് ആയതുകൊണ്ട് ഒരു നോൺ സീറോ വെക്ടർ x ഉണ്ടാവുകയും ax ഈക്വൽ ലാംഡ x സാറ്റിസ്ഫൈ ചെയ്യുകയും ചെയ്യും. അഡ്ജോയിന്റ് ഓഫ് a കൊണ്ട് ഇതിനെ പ്രീ മൾട്ടിപ്ലൈ ചെയ്താൽ adjoint of a into ax equal to adjoint of a lambda x, which is equal to adjoint of a into x equal to lambda into adjoint of a into x, which implies determinant of a into I into x equal to lambda into adjoint of a into x, which implies determinant of a into x equal to lambda into adjoint of a into x, which implies determinant of a divided by lambda into x equal to adjoint of a into x, that is adjoint of a into x equal to determinant of a divided by lambda into x. ഇതിൽ നിന്നും x ഒരു നോൺ സീറോ വെക്ടർ ആയതുകൊണ്ട് adjoint of a യുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് റൂട്ടാണ് determinant of a by lambda എന്ന് കാണാം. എക്സാമ്പിൾ 7. ഒരു ഐഡംപൊട്ടന്റ് മെട്രിക്സിന്റെ ക്യാരക്ടറിസ്റ്റിക് റൂട്ട് ഒന്നുകിൽ 0 അല്ലെങ്കിൽ 1 ആണെന്ന് കാണിക്കുക. സൊല്യൂഷൻ: a ഐഡംപൊട്ടന്റ് ആയാൽ a സ്ക്വയർ ഈക്വൽ ടു a ആണ്. a യുടെ ലാംഡയുമായി ബന്ധപ്പെട്ട ഒരു ക്യാരക്ടറിസ്റ്റിക് വെക്ടർ ആണ് x എന്നും എടുക്കുക. ദാറ്റ് ഈസ് ax ഈക്വൽ ടു ലാംഡ x. ഇതിനെ a കൊണ്ട് പ്രീ മൾട്ടിപ്ലൈ ചെയ്താൽ a into ax equal to a into lambda x equal to lambda into ax, that is a into ax equal to lambda into lambda x, that is a square into x equal to lambda square x, since a square is equal to a, that is lambda x equal to lambda square x, that is because ax equal to lambda x, that is lambda square minus lambda into x equal to 0, the 0 matrix, that is lambda square minus lambda equal to 0, since x is non-zero, implies lambda equal 0 or lambda equal to 1. Algebraic and geometric multiplicity. Definition: determinant of a minus lambda I equal to 0 എന്ന ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷന്റെ t ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്ന റൂട്ടാണ് ലാംഡ 1 എങ്കിൽ t നെ വിളിക്കുന്ന പേരാണ് ലാംഡ 1ന്റെ ഓൾജിബ്രൈക് മൾട്ടിപ്ലിസിറ്റി എന്നത്. അതുപോലെ ലാംഡയുമായി ബന്ധപ്പെട്ട ക്യാരക്ടറിസ്റ്റിക് സ്പേസിന്റെ ഡയമെൻഷൻ ആണ് ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി ഓഫ് ലാംഡ എന്ന് അറിയപ്പെടുന്നത്. എക്സാമ്പിൾ 8. n by n സീറോ മെട്രിക്സിന്റെ 0 എന്ന ക്യാരക്ടറിസ്റ്റിക് റൂട്ടിന്റെ ഓൾജിബ്രൈക് മൾട്ടിപ്ലിസിറ്റി n ആണ്. എക്സാമ്പിൾ 9. n by n ഐഡന്റിറ്റി മെട്രിക്സിന്റെ 1 എന്ന ക്യാരക്ടറിസ്റ്റിക് റൂട്ടിന്റെ ഓൾജിബ്രൈക് മൾട്ടിപ്ലിസിറ്റി n ആണ്. താഴെ കാണുന്ന റിസൾട്ട് കൂടി പറഞ്ഞ് ഈ സെഷൻ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. തിയറം 5. ഒരു ക്യാരക്ടറിസ്റ്റിക് റൂട്ടിന്റെ ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റിക്ക് അതിന്റെ ഓൾജിബ്രൈക് മൾട്ടിപ്ലിസിറ്റിയേക്കാൾ കൂടാൻ കഴിയില്ല. ഈ സെഷനിൽ ഒരു ക്യാരക്ടറിസ്റ്റിക് റൂട്ടുമായി ബന്ധപ്പെട്ട ക്യാരക്ടറിസ്റ്റിക് സ്പേസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. പിന്നെ ക്യാരക്ടറിസ്റ്റിക് വെക്ടർ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് ഡിസ്ക്രൈബ് ചെയ്തു. കൂടാതെ ഓൾജിബ്രൈക് ആൻഡ് ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റിയെ കുറിച്ചും സംസാരിച്ചു.